രോഹിണി, മകീരം. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടാണ്. 3-ലാണ് വ്യാഴം നിൽക്കുന്നത്. ഇപ്പോൾ അവർ തിരിച്ച് വ്യാഴം 2-ലേക്ക് വരും. ധനസ്ഥാനത്തേക്ക് വ്യാഴം വരികയും ധനത്തിനുള്ള ബുദ്ധിമുട്ടുകൾ മാറുകയും സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാവുകയും ഇതെല്ലാം അവർക്ക് ശനി 11-ലാണ്. ആ ഗുണം കൂടാതെ ഇതും കൂടി അവർക്ക് സാധിക്കുന്നതാണ്. ഈ കാര്യങ്ങളെ ദശാപഹാര ചിത്രങ്ങൾ നോക്കിയിട്ട് വേണം നമുക്ക് നിജപ്പെടുത്താൻ. ദശാപഹാര ചിത്രങ്ങൾ മോശമാണെങ്കിൽ ഇത് നമുക്ക് അനുഭവയോഗ്യമാവില്ല. പക്ഷേ എന്തായാലും ശരി, എല്ലാവരും വ്യാഴാഴ്ച തോറും ഏത് രാശിയായാലും ഏത് നക്ഷത്രമായാലും വ്യാഴാഴ്ച തോറും ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുകയും പ്രാർത്ഥിക്കുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്താൽ വളരെയധികം വ്യത്യാസവും വളരെയധികം മാറ്റവും ഉണ്ടാവുന്നതാണ്. അടുത്ത രാശിയാണ് മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് ഇപ്പോൾ വളരെ സന്തോഷമാണ്. 2-ാം ഭാവത്താണ് വ്യാഴം. സന്തോഷം സമാധാനമുള്ള സമയമാണ്. പക്ഷേ വ്യാഴം അവരിലേക്ക് വരുന്നു. വ്യാഴം ലഗ്നത്തിൽ തന്നെ വന്ന അത്ര ഗുണമില്ലെങ്കിലും ഇപ്പോഴുണ്ടായിരുന്ന സുഖങ്ങൾക്ക് കുറവ് വരികയും ഇത്തിരി ബുദ്ധിമുട്ടുകൾ വരികയും ചെയ്യും. അവരും ഇത് പറഞ്ഞ മാതിരി അവർക്ക് ജോലിയിൽ പ്രശ്നങ്ങൾ വരാം. കാരണം കണ്ടകശനിയാണ്. വ്യാഴം കർമ്മത്തിൽ വ്യാഴമാണ്. അപ്പോൾ ആ സമയത്ത് ജോലിയിൽ പ്രശ്നങ്ങൾ വരാനും ജോലിയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വരാനും ഒക്കെ സാധ്യതയുള്ളതിനാൽ ശനിയാഴ്ച തോറും ശിവക്ഷേത്ര ദർശനം, ശിവന് ശംഖാഭിഷേകമോ ധാരയോ പിൻവിളക്ക് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഇവയൊക്കെ കാര്യം ചെയ്യുകയും ജോലി കിട്ടാനുള്ളവരാണെങ്കിൽ ഭഗവാന് ധാര പിൻവിളക്ക് 2 കദളിപ്പഴം നേദിക്കുക ശനിയാഴ്ച തോറും.